ഡെയിലി ഡോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ ചിന്തകളും പുതിയ വിഷയങ്ങളുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പത്രത്തില് വാർത്തകൾ ഇങ്ങനെ നോക്കുമായിരുന്നു. ഒരുപാട് ക്രിമിനൽ കേസുകളും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങളുള്ള വാർത്തകൾ, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടാറ്. അതൊന്നും അത്ര വലിയൊരു ഇതൊക്കെ ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടുള്ള വാർത്തകൾ പത്രങ്ങളിലുള്ളത് മാർക്ക് ചെയ്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനകത്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ മുതൽ കുട്ടികളുടെ ആത്മഹത്യ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മരണം, ഒരുപാട് ഈ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കടബാധ്യതയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി. പലൊരു കോമൺ എലമെന്റ് ഉണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് എല്ലാ ദിവസമുള്ള വാർത്തകൾക്ക് ഇടയിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടകരമായ വസ്തുത ഉണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലാണ്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കേരളത്തിൽ ഇപ്പോൾ പൊതുവെ കാണുന്ന ഒരേ ഒരു വസ്തുതയുള്ളൂ, അതാണ് മദ്യം. പ്രായമായ മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ വളരെ സഹിക്കാവുന്നതിലപ്പുറമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സ്വന്തം അച്ഛനെ തല്ലുന്ന ഒരു മകൻ. അത് ആരോ ഒരാൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഏതോ ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോഴാണ് ലോകം അറിയുന്നത്. നമുക്ക് ചോദിക്കാം, ഇപ്പൊ ഈ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി രക്ഷിച്ചുകൂടെ? പക്ഷെ ഈ ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? നമ്മളൊരാൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തല്ല് നമുക്കും കൊണ്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ ആൾക്കാരധികം അടുത്തേക്ക് പോകാറില്ല. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം. വളരെ അന്തസ്സായിട്ട് ജീവിച്ച രണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അത് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റേ ആളെ ആത്മഹത്യയും ചെയ്ത് വാർത്ത വായിച്ചു. അപ്പൊ അതിലും ഈ മദ്യം ഒരു അപ്പൊ ഇവർ പറയുന്നുണ്ട്, ഈ വീടിനടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, സ്ഥിരമായിട്ട് മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണ്. നമ്മളെ ഞെട്ടിച്ച വേറൊരു പ്രശ്നം, സ്വന്തം അച്ഛൻ മരിച്ചതിന് ശേഷം 2 ദിവസം മദ്യപാനിയായ മകൻ തുടരെ മദ്യപിക്കുകയും അവസാനം നാട്ടുകാർ വന്ന് രൂക്ഷമായ ദുർഗന്ധം ഉണ്ടായതിനു ശേഷം നാട്ടുകാർ വന്നതിന് പോലീസും ഒക്കെ എത്തിയതിനു ശേഷം മൃതദേഹം കൊണ്ടുപോയ ഒരു ഫോർമർ ക്രിക്കറ്റ് പ്ലെയറിനെ കുറിച്ച്, രഞ്ജി പ്ലെയറിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കേട്ടു. ഞാൻ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ ആലോചിക്കായിരുന്നു. സ്വന്തം അച്ഛൻ എത്രയോ വലിയ പൊസിഷൻസിലൊക്കെ ഇരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ മകൻ. അപ്പൊ ആ മകനും ഈ പറയുന്ന പോലെ ആൽക്കഹോളിസം ഉള്ളതുകൊണ്ട് ദുബായിൽ നിന്നോ മിഡിൽ ഈസ്റ്റിൽ എവിടെയോ സ്ഥലത്തോ ജോലി ചെയ്തിരുന്ന ആൾ അയാളുടെ ഭാര്യയൊക്കെ ഉപേക്ഷിച്ചു പോയി. അയാള് തിരിച്ചു വന്നതിന് ശേഷം തന്റെ പിതാവിന്റെ കൂടെ നിൽക്കുകയും പിതാവും മകനും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടു. അപ്പൊ അവിടെയും മദ്യമാണ് പ്രശ്നം. നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ സാഹിത്യ മേഖലയിലാണെങ്കിലും സിനിമാ മേഖലയിലാണെങ്കിലും ഒക്കെ ഈ മദ്യത്തിന്റെ ഒരു അമിതമായ സ്വാധീനം മൂലം പ്രൊഫഷനും കരിയറും ഒക്കെ നശിച്ചുപോയ ആൾക്കാരെ നമുക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ സിനിമാ രംഗത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഗാനങ്ങൾ എഴുതിയിരുന്ന ആൾ മുതൽ ഏറ്റവും അവസാനം 10-15 വർഷക്കാലം സിനിമാ ഗാനങ്ങൾ എഴുതിയിരുന്ന ഒരു വ്യക്തി വരെ മരിച്ചതിന്റെ പ്രധാന കാരണം, മരണത്തിന് കാരണങ്ങൾ പലതുണ്ടാവാം, പക്ഷെ ആ മരണത്തിന് കാരണമായി തീർന്നേക്കാവുന്ന മോശപ്പെട്ട സ്വാധീനം എന്നുള്ള രീതിയിൽ മദ്യത്തെ അവിടെയും നമുക്ക് കാണാം. മദ്യം ഉപയോഗിക്കുന്നത് തെറ്റൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത ആളാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മദ്യം ഉപയോഗിക്കുമ്പോൾ അത് നമ്മളെ അമിതമായി സ്വാധീനിക്കാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് മലയാളികൾ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്കറിയാം, ഭക്ഷണത്തിനോടൊപ്പം അല്ലെങ്കിൽ ചില ആൾക്കാരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മദ്യം ഉപയോഗിക്കുക. ഇപ്പോൾ റഷ്യൻസിനെ കുറിച്ചൊക്കെ, റഷ്യൻസ് അവരുടെ ഭക്ഷണ സമയത്ത് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഭക്ഷണത്തിൻ്റെ കൂടെ മദ്യം കഴിക്കുക എന്നുള്ളൊരു വലിയൊരു കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ്. അതേസമയം നമ്മൾ റഷ്യക്കാർ -16 ഏറ്റവും കുറഞ്ഞ താപനിലയിൽ കഴിക്കുന്ന വോഡ്ക പോലുള്ള മദ്യം നമ്മളിവിടെ കഴിക്കുന്നത് ചിലപ്പം 35-38 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള സമയത്തായിരിക്കും. പഴങ്ങൾ വാറ്റി ഉണ്ടാക്കുന്ന ഒരു പാനീയം എന്നുള്ള രീതിയിൽ നിന്ന് വോഡ്ക ചിലപ്പോൾ നമ്മളിവിടെ കഴിക്കുന്നത് കൃത്രിമമായിട്ടുണ്ടാക്കിയ മദ്യമായിരിക്കും, വിദേശ മദ്യം എന്നുള്ള രീതിയിൽ വരുന്ന മദ്യമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം കുറഞ്ഞ താപനിലയിൽ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്ന ഒരു മദ്യം ഇവിടെ നമ്മൾ 35-38 ഡിഗ്രി ചൂടുള്ള സമയത്ത് കഴിക്കുമ്പോൾ അയാളുടെ മനോനിലയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും അയാളുടെ ആരോഗ്യനിലയെ അതെങ്ങനെ ബാധിക്കുന്നതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. പല ആൾക്കാരും, നമുക്കറിയാവുന്ന നല്ല സുഹൃത്തുക്കളും ഒക്കെ ഈ ഒരു അമിതമായ ആൽക്കഹോളിസം കാരണം
വഴിതെറ്റിപ്പോകുന്നതും ജീവിതത്തിൽ പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരാജയപ്പെടുന്നതും നമ്മുടെ ആരോഗ്യം മോശമാവുന്നതുമൊക്കെ സാധാരണമാണ്. പക്ഷേ അതിൽ മദ്യത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ്, മോശമായ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് കൂടി വെറുപ്പുണ്ടാകുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യരെ മാറ്റുന്നത്. ഞാൻ എല്ലാ സമയത്തും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളിപ്പം സിനിമയിലാണെങ്കിലും ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ മദ്യപിക്കും അത്ര. അപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, സ്റ്റീവൻ സ്പീൽബർഗ് എന്ന് പറയുന്നൊരു നടൻ എല്ലാ ദിവസവും മദ്യപിച്ചുകൊണ്ടാണോ അയാൾ സിനിമ നിർമ്മിക്കുന്നത്? അല്ലെങ്കിൽ അൽ പാച്ചിനോ എന്ന് പറയുന്ന ഒരാൾ എല്ലാ ദിവസവും മദ്യപിച്ചുകൊണ്ടാണോ അയാൾ നിൽക്കുന്നത്? വലുതാവണമെങ്കിലും നമ്മളൊരു വലിയൊരു സ്ഥാനത്ത് എത്തണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യണമെങ്കിലോ ഒക്കെ നമുക്ക് മദ്യം ഉപയോഗിച്ചോ തീരൂ എന്നുള്ള, ഞാനിവിടെ കേരളത്തിൽ മാത്രമേ ഇത് കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല ഇന്ത്യയുടെ മറ്റുള്ള സ്ഥലങ്ങളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അല്പം മദ്യം കഴിക്കുന്നവരാകണം, അങ്ങനെ ആവുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത്. മദ്യം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഈ എല്ലാ ദിവസവും നമുക്കറിയാം, നമ്മുടെ കൂടെ ജീവിച്ച മികച്ച കവികളൊക്കെ മദ്യപിച്ച് തെരുവിലിറങ്ങി തെണ്ടി നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അപ്പോഴും അതിനെ ഒരു വലിയൊരു ഉയർന്ന രീതിയിലൊക്കെയാണ് മലയാളി കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കണ്ടു നിന്ന ആൾക്കാർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ കവിക്ക് ആ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ആ കവി ശരിക്കും പറഞ്ഞാൽ കുടിച്ച് അവസാനം മരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കാലത്തിനനുസരിച്ച് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറേണ്ടേ? ശരിക്കും നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന, മോശമായി ബാധിക്കുന്ന സ്വാധീനത്തെ അകറ്റി നിർത്തേണ്ട ഒരവസ്ഥയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ മദ്യപിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ മലയാളികൾക്ക് കൈവരേണ്ടതല്ലേ? മറ്റൊരു കാര്യം, നമ്മൾ പലപ്പോഴും ബോധത്തോടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഈ മറ നീക്കി പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ട്. എനിക്കറിയാവുന്ന ഏറ്റവും നല്ല മനുഷ്യർ പോലും മദ്യത്തിന്റെ ഇൻഫ്ലുവൻസിൽ മോശം രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കാണാം. ആ ഒരു വ്യക്തിയോട് നമുക്ക് വളരെ സങ്കടം തോന്നും, അവരുടെ ഒരു അവസ്ഥയൊക്കെ കാണുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പച്ച മനുഷ്യനാവണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ രീതികൾക്കും നമ്മളുടെ ജീവിതത്തിനും മോശമായിട്ട് സ്വാധീനിക്കാവുന്ന ഒരു കാര്യത്തെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഉപയോഗിക്കുവാൻ നമ്മൾ പഠിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്ത. കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.